ഒരു കഥ പറയാം. കഴിഞ്ഞ ഡിസംബർ കൊച്ചി കളമശ്ശേരിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ടായ ഇന്ത്യൻ നാഷണൽ സൂപ്പർ ക്രോസ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ റൗണ്ടിൽ കുട്ടികളുടെ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു, പ്രൊഫഷണൽ റേസേഴ്സിൻ്റെ ഫോറിൻ ബൈക്ക് കാറ്റഗറി, അങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറിയിൽ SX2 കാറ്റഗറി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പ്രതിനിധി വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് എന്നോട് ചോദിച്ചു, മുർഷിദ് നിൻ്റെ ടീമിലെ ആള് നാഷണൽ ചാമ്പ്യൻ ആവാൻ പോകുന്നുണ്ട്, അവൻ ഈ റൗണ്ടിൽ ഓടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്, തീർച്ചയായിട്ടും അവന് സ്റ്റാർട്ട് ഗേറ്റിൽ നിൽക്കുന്നുണ്ട്. അവൻ്റെ പേര് റിയാൻ ഹെയ്ഗ് എന്നാണ്. അവർ പരിചയപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വളരെ ആകാംക്ഷയോടെ ആ ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം നോക്കുന്ന സമയത്ത് നിർഭാഗ്യവശാൽ റിയാൻ ഹെയ്ഗ് നമ്മളെ റൈഡർ സ്റ്റാർട്ട് എടുത്തിട്ട് പോണ സമയത്ത് പിന്നിലായിപ്പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മുർഷി നിങ്ങളെ റൈഡർ ദേശീയ ചാമ്പ്യൻ ആവാൻ പോകുന്ന റൈഡർ എന്താണ് പറ്റിയത്, പിന്നിലാണല്ലോ ഓടിക്കുന്നതെന്ന്. അപ്പം ഞാനൊരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ റേസിംഗ് എന്ന് പറയുന്നത് റേസിൻ്റെ സ്റ്റാർട്ടിൽ ആദ്യം ആരെടുത്തു എന്നുള്ളതല്ല, ആ ഫിനിഷിംഗ് ലൈന് ആരാദ്യം എത്തി എന്നുള്ളതാണ്. അദ്ദേഹം എന്നോടൊരു പുഞ്ചിരിയോടെ തിരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റയാൻ ഇങ്ങനെ ഓരോ റൈഡർ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ വീഡിയോയും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിനെ തന്നെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് ശരിക്കും ആ ഒരു കാറ്റഗറി ഓഫ് റേസിൽ സംഭവിച്ചിട്ടുള്ളത്. റയാൻ ഓരോ ലാപ്പിലും ഓവർടേക്ക് ചെയ്ത് ഫൈനൽ ലാപ്പിൽ ഫൈനൽ കോർണറിൽ ഓവർടേക്ക് ചെയ്ത് നാഷണൽ ചാമ്പ്യൻ ആവുന്ന ഒരു വീഡിയോ ആണ്. ഈ കാഴ്ച കണ്ടിട്ടുള്ള അദ്ദേഹം തിരിച്ച് നമ്മുടെ റേസ് ട്രാക്കിലേക്ക് തന്നെ ഓടി വരുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹം വന്നിട്ട് നമ്മളെ റൈഡറെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുകയാണ് ഉണ്ടായത്. അതൊരു ശരിക്കും ഒരു മോട്ടോർ സ്പോർട്സ് എന്തൂസിയാസ്റ്റിൻ്റെ ഒരു ഫീല് അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. പലരും റേസിന് വരുന്ന സമയത്ത് ഈ റേസിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അദ്ദേഹം തിരിച്ച് നമ്മളെ റൈഡേഴ്സിനെ കാണാൻ മാത്രമല്ല റേസിനെ കുറിച്ചും ഇത്തരത്തിലുള്ള മോട്ടോർ സ്പോർട്സ് ഇവൻറ്റുകളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് തിരിച്ച് അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറയുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞു, ഇത്തരത്തിലുള്ള മോട്ടോർ സ്പോർട്സ് ഇവൻറ്റുകൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ അതൊരു വെറും വക്കായിരുന്നില്ല. കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം നിയമസഭയിൽ മോട്ടോർ സ്പോർട്സിനെ കുറിച്ചും അതിനുവേണ്ടി സ്പോർട്സ് നിയമ ഭേദഗതി വരുത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം അവതരിപ്പിച്ചു. ഒരുപാട് പ്രതീക്ഷകളാണ് സാർ നിങ്ങൾ എന്നെ പോലെ മോട്ടോർ സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. മാറുന്ന കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരുപാട് ഇതുപോലത്തെ നേതാക്കന്മാരെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. താങ്ക് യു മാത്യു കുഴൽനാടൻ സർ, നമുക്ക് വേണ്ടി ശബ്ദിച്ചതിന്. ലെറ്റ്സ് ഹോപ്പ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ മോട്ടോർ സ്പോർട്സ് ഇൻ കേരള. Thank you so much, sir.